നിങ്ങളും ഞാനും എല്ലാം കാത്തിരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ കാണുന്നത്. കണ്ടില്ലേ? ഇത് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. അൺബോക്സ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ 0 സബ്സ്ക്രൈബേഴ്സ് മുതൽ 1 lakh എബോവ് സബ്സ്ക്രൈബേഴ്സ് വരെ കൂടെ നിന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ചായിരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 2 വർഷമായി നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് കേട്ടോ. ഈ ചാനൽ തുടങ്ങിയ മുതലുള്ള ഒരു സ്വപ്നമായിരുന്നു. പക്ഷെ നടക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അത്രയും ഭയങ്കര ഒരു ഭാഗ്യം വേണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ ഈ ഒരു സംഭവമൊക്കെ ഒരാൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഭാഗ്യം പ്ലസ് എഫേർട്ട് രണ്ടും വേണം. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ കയ്യിൽ കിട്ടും എന്നുള്ളത്. ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. എന്തെങ്കിലും ചെറിയ ചെറിയ ഒരു ഗ്രോത്ത് അങ്ങനെയൊക്കെ. ഞാൻ ഭയങ്കര പതുക്കെ ഇങ്ങനെ വളർന്നു വന്ന ഒരാൾ തന്നെയാണ്. കാരണം 2 വർഷം എടുത്തില്ലേ നമ്മളിത്. അപ്പോൾ എന്തായാലും ഒരു കാര്യം എനിക്ക് എൻ്റെ ജേണിയിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യത്തിനോട് ഒരുപാട് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിലോട്ട് എത്താൻ എത്ര കാലം എടുത്താലും നമ്മൾ അതിലോട്ട് എത്തും. അതിലോട്ട് എത്താൻ ഉള്ള ആ ഒരു ടൈം വരെ നമുക്ക് ക്ഷമയുണ്ടെങ്കിലും അതേപോലെ നമ്മുടെ 100% അതിലേക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിലും നമ്മൾ എന്തായാലും അതിലോട്ട് എത്തും എന്നുള്ളത് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്തെടുക്കാം അല്ലേ. അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് കയ്യിൽ കിട്ടിയിട്ട് 2 ദിവസമായി. ഞാൻ അൺബോക്സിങ് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഇത്രയും ദിവസം അങ്ങനെ വെച്ചത്. അപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷമാണ് കേട്ടോ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനൊരു സംഭവം. നമുക്ക് ഡയമണ്ടോ ഗോൾഡോ ഒക്കെ കിട്ടുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് സന്തോഷമാണെന്നാണ് തോന്നുന്നത് കേട്ടോ ഈ സിൽവർ കിട്ടുന്നത്. പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഫസ്റ്റത്തെ നമുക്ക് ആ ഒരു ഗിഫ്റ്റ്, യൂട്യൂബിൻ്റെ ഗിഫ്റ്റ് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം ബാക്കിയുള്ളത് കിട്ടുമ്പോൾ ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പല ആൾക്കാരും പറയുന്നതൊക്കെ. അങ്ങനെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്. അതൊന്ന് ഫ്രെയിം ചെയ്തിട്ടൊക്കെ വെക്കണം കേട്ടോ എന്തായാലും. അപ്പം ഞാൻ ഇപ്പം ഇത് വീട്ടിലൊന്നും ഹാങ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് എൻ്റെ വീട്ടിലും കൊണ്ടുപോയിട്ട് ഉമ്മാനെയും ഉപ്പാനെയും ഇത്താനെയും അനിയത്തിനെയും ഒക്കെ കാണിക്കണം എന്നുണ്ട്. അപ്പം ഞാനിപ്പം എന്തായാലും ഹാങ് ചെയ്യുന്നില്ല കേട്ടോ വീട്ടിൽ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗുണ്ട്, അത് ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ചതാ ഇക്ക യാത്രയൊക്കെ പറഞ്ഞ് ജോബിന് പോവാണ്. ഇക്കൊന്ന് കുറച്ച് വൈകിട്ടോ വരാൻ. നോമ്പെല്ലാം തുറന്നിട്ടാണ്. ഒരു ഇനാഗുറേഷൻ ഉണ്ട്, എന്നെ വിളിച്ചതാണ്, ഞാൻ പോയില്ല. കാരണം എനിക്ക് കുറച്ച് പണികളൊക്കെ തീർത്ത് വയ്ക്കാനുണ്ട്, അതുകൊണ്ട്. അപ്പോൾ ഇക്ക പോയി ഗേറ്റൊക്കെ അടച്ചു. ഇവിടെ കണ്ടില്ല ഒരാൾ ഓഗിയിരുന്ന് കാണുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാർട്ടൂൺ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഓഗി എന്നുള്ള? ഓഗി ആൻഡ് ക്രോക്രോച്ച് അങ്ങനെയുള്ളത് സംഭവം. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അയാൻ്റെ കൂടെ പണ്ടിരുന്ന് കാണുമായിരുന്നു. ഇപ്പോൾ പിന്നെ സമയമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്. ഈദായിട്ടൊന്ന് മാറാലയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയെടുക്കണ്ടേ. അപ്പോൾ വലിയ മാറാലൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാനിതാ എല്ലാവരുടെയും ഒന്ന് തട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫ്രിഡ്ജ് ക്ലീനിങ് ഉണ്ട്. ഫ്രിഡ്ജ് എനിക്ക് തോന്നുന്നു നോമ്പ് തുടങ്ങിയ ആ ഒരു സമയത്താണ് ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലീൻ ചെയ്തിട്ടില്ല. പിന്നെ പിള്ളേർ ഫുഡ് എടുക്കുന്നു, ജ്യൂസ് എടുക്കുന്നു, വെള്ളം എടുക്കുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് ആകെ വൃത്തികേടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജ്. അപ്പോൾ കംപ്ലീറ്റ് അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. ഇനി പിന്നെന്താണ്, ഇത്താൻ്റെ വ്ളോഗ് ദിവസവും കാണാറുണ്ട്. എനിക്ക് ജിനിത്താനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ ഒരു ഐഡിയന്ന്. പിന്നെ ഒരു മോൾക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹാനിയ മോൾ എന്നാണ്. പക്ഷെ ഞാൻ ഈ ഹായ് പറയലുണ്ടല്ലോ ഞാൻ നിർത്തിയതാണ്. കാരണം ഒരുപാട് ഹായ് പറയാൻ വേണ്ടി നമുക്ക് കമൻറ്റ് ബോക്സ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് നമ്മളത് നിർത്തിയത്. നിങ്ങൾക്ക് എൻ്റെ അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളൊരു വ്ളോഗിൽ മൊത്തം ഒരു 5-6 ഹായ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് നിർത്തിയത്. ഹായും ബർത്ത്ഡേയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പെരുന്നാളിന് ചേച്ചി വീട്ടിൽ പോകുന്നില്ല, എന്തായാലും പോകുന്നുണ്ട്. രണ്ടാം പെരുന്നാൾക്ക് ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പം എപ്പോഴും എത്തുമെന്ന് അറിയില്ല, ചിലപ്പോൾ രാത്രിയൊക്കെ ആവും കേട്ടോ. കാരണം ഇക്കാക്ക് എന്തൊക്കെയോ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോണത്. അപ്പോൾ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടു. പിന്നെ നമ്മൾ പുറത്ത് പോയപ്പോൾ എന്തിനാ വെള്ളം കൊണ്ടുപോയത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ
വേറെ 2 ഐഡിയിൽ നിന്ന് അവർ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില കമൻറ്റ്സ് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത കമൻറ്റ്സിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ എന്നെ അറിയുന്ന കുറേ ആൾക്കാർ അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്യുന്ന പോലെയാണ് കേട്ടോ എനിക്കത് തോന്നുന്നത്. ചിലപ്പോൾ സമയം കിട്ടാണ്ടാവുമ്പോൾ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാണ്ടാവുമ്പോൾ വേറെ ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യില്ലേ, അതേപോലെ എൻ്റെ കൂടപ്പിറപ്പുകളൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യണ പോലെയാണ് കേട്ടോ. പിന്നെ ഇതിൽ എന്തായാലും നാട്ടിൽ പോകും. അഡ്വാൻസ്ഡ് ഈദ് മുബാറക്ക് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെയും വക അഡ്വാൻസ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടക്കുകയാണ്. ഫ്രീസറിലും ഈ ഷെയ്ക്ക് പ്രാവശ്യം വെച്ചപ്പോൾ ചിന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ഓഫാക്കിയിട്ടിട്ടാണ് ഇവിടെ തുടച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര അഴുക്കൊന്നുമില്ല, കുറച്ച് ഫുഡിൻ്റെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് തുടച്ചെടുത്തു. എന്നിട്ട് അതിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അതിലേക്ക് തന്നെ വെച്ചു കേട്ടോ. പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക, നിങ്ങളുടെ ഈദ് പർച്ചേസൊക്കെ കഴിഞ്ഞു വെച്ചാൽ അത് പറയുക. അപ്പോൾ ഫ്രിഡ്ജ് കണ്ടില്ലേ, ഇങ്ങനെയാണ് കേട്ടോ അവസ്ഥ. അപ്പോൾ ഇന്നലെ പുറത്തുപോയി വന്നതിൻ്റെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചതിൻ്റെയൊക്കെ അതൊക്കെ അങ്ങനെ വെച്ചേക്കുവാണ്, വേറെ പാത്രത്തിലേക്ക് ഒന്നും ആക്കിയിട്ടില്ല. പ്ലേറ്റിലാണെങ്കിൽ ആ പ്ലേറ്റോടെ വെച്ചേക്കുവാണ്. അത്രയും ക്ഷീണമായിരുന്നു കേട്ടോ. അവസാനം പ്ലേറ്റും കച്ചറയും ഒക്കെ ഇറക്കിയപ്പോഴത്തെ ഫ്രിഡ്ജ് അത്രയും കാലിയായിട്ടുണ്ട്. ഇനി നമ്മൾ പെരുന്നാളിൻ്റെ സംഭവങ്ങളൊക്കെ കയറ്റുമ്പോഴത്തേനും ഫ്രിഡ്ജ് പിന്നെയും ഫുള്ളാവും കേട്ടോ. അങ്ങനെയായിരിക്കും അവസ്ഥ. അപ്പോൾ ഫ്രിഡ്ജ് കാലിയാക്കിയപ്പോൾ അതിന് കുറേ പാത്രങ്ങളും വേസ്റ്റും ഒക്കെ കിട്ടി. വേസ്റ്റ് കൊണ്ട് കളഞ്ഞ് പാത്രങ്ങളൊക്കെ ഇതാ കഴുകി വയ്ക്കുകയാണ് കേട്ടോ. ഈ വേസ്റ്റ് പറയുമ്പോൾ ഭയങ്കര വേസ്റ്റൊന്നുമല്ല, ചില ഫുഡുകളൊക്കെ നമ്മൾ മറക്കൂലേ, അങ്ങനെയൊക്കെയുള്ള വേസ്റ്റുകൾ കേട്ടോ. അപ്പോൾ ഞാനിതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, നിങ്ങൾ ഇത് പർച്ചേസൊക്കെ കഴിഞ്ഞു. ഞാൻ ഡ്രസ്സ് നെക്സ്റ്റ് വ്ളോഗിലാട്ടോ കാണിക്കുന്നത്. ഈ വ്ളോഗ് ഒരുപാട് വലുതാവണ്ടെന്ന് പറഞ്ഞിട്ടാണ്. നാളത്തെ വ്ളോഗിൽ ഇൻഷാല്ല നമ്മൾ കാണിക്കും കേട്ടോ. അതുപോലെ ഒരുപാട് പേര് നമുക്ക് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ ബിരിയാണി ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയുടെ. ഈ ബിരിയാണി ഒട്ടും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അവരിവിടെ വന്ന് കഴിച്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ ആ കമൻറ്റ് എനിക്ക് വായിച്ചപ്പോൾ. അതുപോലെ ജിനി നല്ല രീതിയിൽ വെയിറ്റ് കുറഞ്ഞു, ഇനി കുറയ്ക്കേണ്ട, ചുരിദാറൊക്കെ ലൂസായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പുറത്ത് വന്നപ്പോൾ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ആരാന്നുള്ളത്. അങ്ങോളം ഇങ്ങനെ പോകാൻ അള്ളാഹു തൗഫീഖ്. എല്ലാവരും കൂടെ പോകുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഷമി ഷജീർ ഫാത്തിമ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ എന്നാണ് കേട്ടോ. എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു വെച്ചാൽ നാളത്തെ വ്ളോഗിൽ റിപ്ലൈ തരണം കേട്ടോ, എപ്പോൾ വന്ന് സംസാരിച്ചതാന്നുള്ളതൊന്നും. കാരണം ലുലുന്ന് എനിക്ക് ഒരുപാട് ആൾക്കാർ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ ഞാനിതാ ഈവനിങ് ആയപ്പോഴത്തേക്കും നമുക്ക് നോമ്പ് ഓർക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റാ റീൽ കണ്ടതാണ് കേട്ടോ. അതായത് നമ്മുടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് നമ്മുടെ റൂഹബ്സ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കസ്കസ് കേട്ടോ. എന്നിട്ട് തണുപ്പിച്ചിട്ട് വേണം അത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം കളർഫുള്ളായിട്ടുള്ള ഒരു ജ്യൂസ് ഇല്ലേ, അടിപൊളിയായിട്ടുണ്ട് കാണാൻ. കുടിക്കാൻ എങ്ങനെയുണ്ട് എന്നുള്ളത് നോമ്പ് തുറന്ന ശേഷം ഞാൻ പറയാം കേട്ടോ. അപ്പം ഞാനിത് ഗ്ലാസ്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ കൊണ്ടുപോയിക്കാണ് കേട്ടോ. അതുവരെ ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ, തണുക്കട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാനിതുപോലെ ഗ്ലാസ്സിലാക്കി. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഉള്ളി പക്കവടയും അതേപോലെ തന്നെ നല്ല പഴംപൊരിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നോൺ വെജ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മേടിക്കാത്തത്. നമ്മൾ കുറച്ച് ദിവസമായിപ്പോൾ നോൺ വെജിൻ്റെ ആ ഒരു തിരക്ക് വിട്ടിട്ടില്ല, നിങ്ങൾക്ക് തന്നെ അറിയില്ല. പിന്നെ ഇന്നലെ നമ്മൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൽ ചിക്കനും ബീഫൊക്കെ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് നമുക്ക് കഴിച്ചില്ല എന്നുള്ളൊരു വിഷമമൊന്നുമില്ല. പിന്നെ പിള്ളേർ ഡെയിലി കഴിക്കുന്നുണ്ട്, പള്ളിയിൽ നിന്ന് ഡെയിലി അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ എന്താ പറയുക, ഉള്ളിയൊക്കെ നന്നാക്കിയിട്ട് എടുക്കുകയാണ്. ഉള്ളി നമുക്ക് നീളത്തിൽ അരിയണം. പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണം. അത്ര എരിവുള്ള പച്ചമുളകല്ല. ഈ ഒരു പച്ചമുളക് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ അതിലിങ്ങനെ നീളത്തിൽ മുറിച്ച് കണ്ടിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. എൻ്റെ ഉമ്മ ശീലിപ്പിച്ച സാധനമാണ് കേട്ടോ അത്. അപ്പോൾ ഈ നീളത്തിലുള്ള പച്ചമുളക് എവിടെ കണ്ടാലും കുറേ വാങ്ങിച്ചിട്ട് വരും, അത്ര ഇഷ്ടമാണ്. നല്ല വെളിച്ചെണ്ണയിൽ ചിക്കൻ പൊരിക്കുമ്പോഴാണ് അങ്ങനെ ആക്കിയിട്ട് എടുക്കുന്നത് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇഞ്ചി കുനുകുന അരിഞ്ഞെടുക്കണം. പിന്നെ പച്ചമുളക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിന് അത്യാവശ്യം നല്ലപോലെ കറിവേപ്പില വേണം കേട്ടോ, എന്നാലും അതിൻ്റെ ആ ഒരു ക്രിസ്പിയിൽ ഇങ്ങനെ നമ്മൾ മുരിഞ്ഞ കറിവേപ്പില ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഒരു 2 വെല്ലുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ അതാ കറിവേപ്പില നമ്മൾ പറിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിവേപ്പിലയും വലിച്ചിട്ട് വന്നു. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഇതാ വെല്ലുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളകും ഇഞ്ചിയും
ഇതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 സ്പൂണ് 1/4 സ്പൂൺ ഉപ്പ് മതി കേട്ടോ. പിന്നെ 1/4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ ജീരകം ഒരു 1/4 സ്പൂൺ പൊടിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു പിഞ്ച് കായപ്പൊടി. ഓക്കെ, എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ ഉള്ളി. എന്നാലാണ് നമുക്ക് ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള പക്കോട കിട്ടുള്ളൂ. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക ഉള്ളി. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമ്മളത് മാറ്റി വെക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് കേട്ടോ. ഞാനിവിടെ ഒരു 3 വലിയ സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ളില്ല, ഒരു 1/4 സ്പൂൺ. പിന്നെ ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തെളിച്ചിട്ട് ആക്കിയിട്ടെടുക്കുക. ലൂസ് കൺസിസ്റ്റൻസി അല്ല കേട്ടോ. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചി ഇടാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത്. ഇതാ ഈ ഒരു രീതിയിൽ. ഈ ഒരു 5 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ക്രിസ്പി ആക്കിയിട്ട് എടുക്കുക. അല്ല, ക്രിസ്പിയുടെ കുറച്ച് മുന്നേ നിങ്ങൾക്ക് അതാണ് ഇഷ്ടം അങ്ങനെ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാനിവിടെ നമ്മുടെ പഴംപൊരിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ആക്കി കൊടുക്കുകയാണ്. മൈദ എടുത്തു, പിന്നെ പഞ്ചസാര, പിന്നെ ഒരു സ്പൂണ് നമ്മൾ അരിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. കളറിന് വേണ്ടി മഞ്ഞളും ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പഞ്ചസാര ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ടത്. അപ്പോൾ കുറച്ച് തിക്കും കുറച്ച് ലൂസും ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ പഴംപൊരി ബാറ്റർ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ, ഞാൻ ചുമ്മാ കാണിക്കുന്നു എന്ന് മാത്രം കേട്ടോ. അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബാറ്ററും റെഡി. അതൊന്ന് മാറ്റി വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക, പക്കവടയുടെ ഉള്ളിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. ഞാനിതാ ഓരോ കുഞ്ഞു പിച്ചി എടുത്തിടുകയാണ്. ഞാൻ ഷേപ്പൊന്നും ആക്കില്ല കേട്ടോ. എനിക്ക് ഷേപ്പൊന്നും ആക്കണ ഇഷ്ടമല്ല. ഇങ്ങനെ കറപ്പുറ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ പല ഷേപ്പിലും ഇങ്ങനെ വരില്ലേ, അതാണ് കേട്ടോ എനിക്കിഷ്ടം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആക്കി എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മുറിച്ചു വിട്ടിട്ട് നമ്മുടെ പക്കവട ആക്കിയിട്ട് എടുക്കണം. ഉള്ളിവട എന്നൊക്കെ പറയില്ല ഇതിന്. പിന്നെ നമ്മൾ തട്ടുകട സ്റ്റൈൽ വേറെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതാ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതേ ഓയിലിൽ തന്നെ നമ്മുടെ പഴംപൊരിയും ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അത് ഫുള്ളൊന്നും എടുക്കണില്ല, ആവശ്യത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. പിള്ളേർക്ക് വന്നിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതാ ഒരു 5-6 പഴംപൊരിയൊക്കെ, ഞാൻ പിന്നെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യും. കാരണം എനിക്ക് വലിയൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ മുക്കിയെടുക്കുമ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുക്കി പോകും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വേണ്ട പഴംപൊരി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടു, പഴംപൊരിയൊക്കെ വേവിച്ചെടുത്തു, ഫ്രൈ ചെയ്തെടുത്തു. അപ്പോഴത്തേക്ക് നമുക്ക് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇഫ്താർ തുറക്കാൻ, നോമ്പ് തുറക്കാനുള്ളത്. അപ്പം ഞാൻ എല്ലാ ഐറ്റംസുകളും ഇങ്ങനെ കൊണ്ടുവയ്ക്കുകയാണ്. നമ്മുടെ പഴംപൊരിയും ഇതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് എടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതിനെന്താണ് പർച്ചേസ് ചെയ്തത്, ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിക്കൂലേ ജിനി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് കാണിക്കാനൊന്നും എനിക്കൊരു മടിയില്ല കേട്ടോ. നിങ്ങൾ കണ്ട ഡ്രസ്സ് എനിക്ക് ഇടാനും മടിയില്ല, ഇട്ട ഡ്രസ്സ് ഇടാനും ഒന്നും എനിക്ക് മടിയൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ കാണിക്കാം. ഓക്കെ, പിന്നെന്താണ്, ഈ ബിരിയാണി റെസിപ്പി ഒന്ന് ഇടാമോ? എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ അതിൻ്റെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ലിങ്ക് എങ്ങനെയെങ്കിലും നോക്കാം, മറന്നിട്ടില്ലെങ്കിൽ ലിങ്ക് തരാം കേട്ടോ. പിന്നെ ഈ രീതിയിൽ ചില ആൾക്കാർക്ക് നെയ്ച്ചോറാക്കിയിട്ട് ബിരിയാണി ആക്കാൻ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ആക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് ഇഷ്ടം സൗകര്യം അങ്ങനെ ആക്കാനാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ആക്കിയിട്ട് എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യം മാത്രം നമുക്ക് പറഞ്ഞാൽ പോരല്ലോ. നമ്മുടെ FBയിൽ 50K അടിക്കാൻ ആയിട്ടുണ്ട്, അതായത് 50K അടിക്കാനായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ FBയിൽ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കാരണമാണ് നമ്മൾ ഈ ഒരു ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വ്ലോഗായിട്ട് ഇനി വരാം, ഡ്രസ്സിൻ്റെ വ്ലോഗൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ FB, യൂട്യൂബ്, ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ എന്താ പറയുക, ഷോർട്ട് വീഡിയോസും കാണാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്.